നവി മുംബൈയിൽ തീപിടുത്തം 3 മലയാളികൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വാഷിയിലെ MG കോംപ്ലക്സിൽ ഇന്നലെ രാത്രിയാണ് തീപിടുത്തം ഉണ്ടായത്. മരിച്ചവരിൽ 7 വയസ്സുള്ള പെൺകുട്ടിയും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. നവി മുംബൈയിലാണ് ഈ തീപിടുത്തം. 3 മലയാളികൾ മരിച്ചു എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വാഷിയിലെ MG കോംപ്ലക്സിൽ ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായി എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഈ തീപിടുത്തത്തിൽ ഇരയായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, ഇതൊരു സങ്കടകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? മരിച്ചത് ആരൊക്കെയാണ് ശ്രീനാഥ്? ഇന്നലെ രാത്രി അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. MG കോംപ്ലക്സിലെ 10ാം നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടാവുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായത് എന്നതാണ് പ്രാഥമികമായുള്ള നിഗമനം. AC യൂണിറ്റ് പൊട്ടിത്തെറിച്ചു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ആശുപത്രിയിൽ എത്തിച്ചവരുടെ നില ഗുരുതരമായിരുന്നു. അതിൽ 3 മലയാളികളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേരും ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ്. അമ്മയും അച്ഛനും 7 വയസ്സുള്ള മകളും ആണ് മരിച്ചത് എന്നതാണ് വിവരം. ഇത് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട്. ഒരു മഹാരാഷ്ട്രക്കാരനും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. 4 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വാശിയിലെ സിവിൽ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ മൃതദേഹമുണ്ട്. ബന്ധുക്കളടക്കമുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. തീ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അണച്ചിട്ടുണ്ട്. 3 ഫ്ളാറ്റുകളിലേക്ക് തീ പടർന്നു എന്നതാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ നമ്മളോട് വിവരം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ശ്രീനാഥ്, ഈ മരിച്ചവർ 3 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നാണോ? അത് തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ച 3 പേർ. അവരുടെ പേര് വിവരങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത് നൽകാത്തത്. തിരുവനന്തപുരത്ത് നിന്ന് വാഷിയിൽ, നവി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ ആളുകളാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അതിൽ അമ്മയും ഭർത്താവും ഭാര്യയും ഒപ്പം തന്നെ 7 വയസ്സുള്ള പെൺകുഞ്ഞും ആണ് ഈ തീപിടുത്തത്തിൽ മരിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശികളാണ് എന്ന വിവരവും നമുക്ക് സ്ഥിരീകരിച്ച് കിട്ടുന്നുണ്ട്. 3 പേരുടെയും പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. ഇവിടെ വർഷങ്ങളായി ടയർ കട നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മകളും മരുമകനും കുഞ്ഞുമാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഉന്മേഷ്, ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ ഇതിനോടകം ശ്രീനാഥ്? തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തം ഉണ്ടായി എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ദീപാവലി ദിവസമാണ്. പലയിടത്തും ഈ പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ അപകടങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചിലയിടത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് തീപിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ഈ വിവരം അറിഞ്ഞപ്പോൾ അതുമൂലമാണോ എന്നത് നമ്മൾ അന്വേഷിച്ചതാണ്. പക്ഷേ അങ്ങനെ ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തീപിടുത്തം ഉണ്ടായതല്ല. അതിനപ്പുറത്തേക്ക് AC യൂണിറ്റ് പൊട്ടിത്തെറിച്ചു എന്നതാണ് ദൃക്സാക്ഷികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. ഈ AC യൂണിറ്റ് പൊട്ടിത്തെറിച്ച അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തീ ഏതായാലും പൂർണ്ണമായി തന്നെ അണക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ഫ്ളാറ്റുകളിലേക്ക് തീ പടർന്നിരുന്നു. അതിൽ മറ്റൊരു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ഒരു മഹാരാഷ്ട്രക്കാരനും ഈ തീപിടുത്തത്തിൽ മരിച്ചിട്ടുണ്ട്. 3 മലയാളികൾ ഈ തീപിടുത്തത്തിൽ മരിച്ചു എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയിലേക്ക്, വാഷിയിൽ തന്നെയുള്ള, നവി മുംബൈയിലെ വാഷിയിൽ തന്നെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാഥ്, തുടരുക. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. നവി മുംബൈയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ 3 മലയാളികൾ മരിച്ചു. ഇവർ 3 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. തിരുവനന്തപുരം സ്വദേശികൾ എന്നാണ് അവരുടെ പേര് വിവരങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ ശ്രീനാഥ് മുംബൈയിൽ നിന്ന് ലഭ്യമാക്കും. ഇന്നലെ രാത്രിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.